മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം 69 സങ്കീർത്തനം 10 വാക്യം മുതൽ. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. കർത്താവ്, ഈ നിന്ന കേട്ട് ഞാൻ തകർന്നു പോയല്ലോ. ഞാൻ ഉപവാസം എടുത്ത് നോക്കി, ആത്മതപനം ചെയ്തു, ഞാൻ ജാഗരിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കരഞ്ഞു, ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. അതും എനിക്ക് നിന്നയായി തീർന്നു. ഞാനങ്ങനെ കരഞ്ഞതും എനിക്ക് നിന്നയായി തീർന്നു. എന്താ ഈ കൂട്ടരിപ്പോഴും കരച്ചിൽ തന്നെ, എപ്പോഴും കരച്ചിൽ. ഇതെന്താ ഇത്? ക്രിസ്തീയ ജീവിതം സന്തോഷത്തിൻ്റെ ജീവിതമല്ലേ, പിന്നെ ഇവരെന്തിനാ കരയുന്നത്? യോഗത്തിന് വന്നാൽ ആളുകൾ നോക്കുന്ന ഇവർ കരയുന്നത് എന്തിനാവും ഈ കരയുന്നത്? കരയാനൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ കരയേണ്ട ആവശ്യം വന്നില്ലല്ലോ. അത് കരയുന്നത് പോലും നിന്നയായി തീർന്നു. പിന്നെ ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി. ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. അവർ എൻ്റെ പേര് പറഞ്ഞ് പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കുകയാണ്. പഴഞ്ചൊല്ല്, എൻ്റെ പേര് പറഞ്ഞ് അവർ പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കുന്നു. ഹാസ്യാത്മകമായി എന്നെ പരിഹസിച്ചുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹാസ്യാത്മകമായി പറയുന്നു. പിന്നെ പട്ടണവാതിക്കലിരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. കടത്തിണ്ണകളിലൊക്കെ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. പട്ടണവാതിക്കലിരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുകയാണ്. ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. മദ്യപന്മാരുടെ പാട്ടായി തീർന്നിരിക്കുന്നു. മദ്യപന്മാരിനെ കുറിച്ച് പാട്ടുണ്ടാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അക്ഷരീയമായി ഇതൊക്കെ നിറവേറുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന എനിക്കറിഞ്ഞുകൂടാ. ദൈവമക്കളെക്കുറിച്ച് അപവാദങ്ങൾ പറയും, കുറ്റപ്പെടുത്തും, ഇല്ലാത്തത് പറയും. പക്ഷേ ഓർത്തുകൊള്ളണം, മദ്യപന്മാരുടെ പാട്ടായി തീർന്നു. പട്ടണവാതിക്കലിരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. പട്ടണവാതിക്കലിരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് ആളുകൾ പറയുന്നത്? എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു, അങ്ങനെ സരസിച്ച് സംസാരിക്കുന്നു. ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. മദ്യപന്മാർക്ക് ഒരു പാട്ടായിരിക്കുന്നു. ഞാനോ യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിനക്ക് എന്നോട് പ്രസാദമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മതി കർത്താവേ, വേറെ ഒന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു വന്നതായ ഈ വേദനാകരമായ അനുഭവങ്ങളെല്ലാം ദാവീദ് പകർത്തിയത് അനുഭവത്തിൽ കർത്താവായി യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ടാണ്, യേശുക്രിസ്തുവിനെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ടാണ്, യേശുക്രിസ്തുവിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നീട് നാം വായിക്കുന്നത് 20 വാക്യം മുതൽ. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. 19 വാക്യം. എനിക്കുള്ള നിന്നയും ലജ്ജയും നീ അറിയുന്നു. എൻ്റെ വൈരികളെല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. കർത്താവേ, എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന വൈരികളെല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോയെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാവനും സഹതാപം തോന്നുമോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു. ആശ്വസിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. ആരെയും കണ്ടില്ല താനും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പകച്ചു നോക്കി. വല്ലവരും സഹതാപത്തോടെ വരുന്നുണ്ടോ? സഹതാപത്തോടെ വാക്ക് പറയുന്നുണ്ടോ? എല്ലാവരും ഒരു ശബ്ദം കേൾക്കും, തൂക്കുക തൂക്കുക എന്ന് ആർത്ത് അട്ടഹസിക്കുന്ന ശബ്ദം. എല്ലാവരും കർത്താവിന് വേദനിപ്പിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. എല്ലാവരും വേദനിപ്പിക്കുന്നു, കർത്താവിനെ നിന്ദിക്കുന്നു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയിരിക്കുന്നു. യോഹന്നശ്ലീഹ മാത്രം സങ്കടത്തോടെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് താഴെ നിൽക്കുന്നു. കർത്താവിൻ്റെ പ്രിയ മാതാവ് താഴെ ഇരിക്കുന്നു. അതുപോലെ ചില യെരൂശലേം കന്യകമാർ അവിടെയുണ്ട്. എല്ലാവരും ഓടിപ്പോയിരിക്കുന്നു. ദൂരെ നിന്നുകൊണ്ട് എല്ലാവരും ആർത്ത് ആഘോഷിക്കുന്ന ആ ശബ്ദം അവിടെ അങ്ങ് മുഴങ്ങുകയാണ്. അട്ടഹസിക്കുന്നു, കൊല്ലുക കൊല്ലുക, തൂക്കുക തൂക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അപ്പോൾ പകച്ചു നോക്കി, സഹായിപ്പൻ ആരെയും കണ്ടില്ല. 63 അധ്യായത്തിൽ ഇത് വേറൊരു വിധത്തിൽ നോക്കുകയാണ്. 63 അധ്യായം 1 വാക്യം മുതൽ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്നവരാര്? ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്നവരാര്? പ്രവാചകൻ നോക്കി. പ്രവാചകൻ നോക്കിയപ്പോൾ ഒരാൾ രക്തത്തിൽ പിഴിഞ്ഞെടുത്ത വസ്ത്രം എടുത്തുകൊണ്ട് വരുന്നു. ഏതോമിൽ അമ്പരം വസ്ത്രം, രക്തവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ ബസ്രയിൽ നിന്ന് കയറി വരുന്നു. വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാര്? ആരാണിത്? ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ഒരാൾ വരുന്നു. പ്രവാചകൻ നോക്കി. പ്രവാചകൻ കാണുന്നത് രക്തവസ്ത്രം ധരിച്ച ഒരാളെയാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രവാചകൻ ചോദിച്ചത് ആരാണിത്? അപ്പോഴാണ് പെട്ടെന്ന് ഇത് ആൾ മാറി. വസ്ത്രാലങ്കൃതനായി ഒരാൾ വരുന്നു. വസ്ത്രാലങ്കൃതനായി ആ രക്തവസ്ത്രമൊക്കെ മാറി വസ്ത്രാലങ്കൃതനായി
തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവന് അശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരു രാജാധിരാജാവിനെ പോലെ വരുന്നത് ആരാണ്? പ്രവാചകൻ നോക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ചോദിച്ചത് ആരാണിത്? രക്താംബരം ധരിച്ചുകൊണ്ട് ഒരുത്തൻ വരുന്നു, ആ ആൾ തന്നെ ഇതാ വസ്ത്ര അലങ്കൃതനായി വരുന്നു, ആരാണിത് ചോദിക്കുകയാണ്. പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകൻ മനസ്സിലായില്ല. അപ്പോൾ പറയുന്ന മറുപടി അതാണ്, നീതിയെ അരുളി ചെയ്യുന്നവനും നീതി അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ഞാനാണ് വരുന്നത്. ആരാണ് ഞാൻ? ഞാനാകുന്നവൻ ഞാൻ. നീതി അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? കർത്താവ് പറയാൻ ഞാനാണ് വരുന്നത്. ആദ്യം നിങ്ങൾ രക്താംബരം ധരിച്ചുകൊണ്ട് കിടന്നത് ഞാൻ തന്നെ, പിന്നെ വസ്ത്രാലങ്കൃതനായി കണ്ടത് ഞാൻ തന്നെ. ഞാനാണ് നീതി അരുളി ചെയ്യുന്നതിനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ. ഞാൻ നീതി മാത്രമേ അരുളി ചെയ്യുള്ളൂ. രക്ഷിപ്പാൻ വല്ലഭനാണ് ഞാൻ. മനുഷ്യജാതിയെ രക്ഷിപ്പാനായി വന്നവനാണ് ഞാൻ. നീതി അരുളി ചെയ്യുന്നതിനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ. ഉടനെ പ്രവാചകൻ ചോദിക്കുകയാണ്, അതെന്താ നിനക്ക് രക്ഷിപ്പാൻ വല്ലഭനാണെങ്കിൽ നിനക്ക് എന്തായി കേടുപറ്റിയത്? നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? മനസ്സിലാകുന്നില്ലല്ലോ. നീ നീതി അരുളി ചെയ്യുന്നതിനാണെങ്കിൽ, നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ വന്നവനാണെങ്കിൽ നിന്റെ ഉടുപ്പ് എന്താ ഇങ്ങനെ ചുവന്നു പോയത്? നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിൻ്റേതുപോലെ ഇരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. മറുപടി, ഞാൻ ഏകനായി, ആരും ഉണ്ടായിരുന്നില്ല കൂടെ. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. ജാതികളിൽ ആരും എന്നോട് ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് ഉണ്ടായിരുന്നില്ല. 5-ാം വാക്യം വായിക്കാം. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. വിസ്മയിച്ച് നോക്കിയെങ്കിലും തുണപ്പാനാരെയും കണ്ടില്ല. കഷ്ടം. ഞാൻ നോക്കി, എങ്ങും നോക്കി, ചുറ്റും നോക്കി, ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം ഇന്ന് ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഞാൻ യേശുവിൻ്റെ കൂടെ നിൽക്കുമോ? തോൽവിയടഞ്ഞതിനെ പോലെ ക്രൂശിന്മേൽ മരിച്ച ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ നിൽക്കുമോ? പരാജിതനെ പോലെ മരണമേറ്റുവാങ്ങിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ നിൽക്കുമോ? എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ എൻ്റെ യേശുവിൻ്റെ കൂടെ ഞാൻ നിൽക്കുമോ? നിത്യജീവൻ എനിക്ക് തരുവാൻ വേണ്ടി നിത്യസ്വർഗം വിട്ടിറങ്ങി വന്ന് ഈ ഭൂമിയിൽ യാതനയേറ്റ് മരിച്ച യേശു ക്രിസ്തുവിൻ്റെ വകയായി ഞാൻ നിൽക്കുമോ? ഞാൻ ചേർന്ന് നിൽക്കുമോ? ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കും? അതോ ആക്ഷേപം വരുമ്പോൾ ഞാൻ ചൂളിപ്പോകുമോ? പരിഹാസം വരുമ്പോൾ ഞാൻ വാടിപ്പോകുമോ? ആളുകൾ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ ഞാൻ വിളറിപ്പോകുമോ? ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ച് ആളുകൾ അപവാദം പറയുമ്പോൾ ഞാൻ ഭയന്നു പോകുമോ? ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ലോക ജീവിതം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളൂ. എതിർപ്പുകളും പോരാട്ടങ്ങളുള്ള ജീവിതമാണ്, ദുരിതങ്ങളുള്ള ജീവിതമാണ്. ഈ ലോക ജീവിതത്തിൽ എതിർപ്പുകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഓർക്കുക, എതിർപ്പുകളെല്ലാം വരുമ്പോഴും നമുക്ക് അക്ഷോഭ്യരായി നിൽക്കാനുള്ള കർമ്മകർത്താവ് തരും. മനസ്സ് ചഞ്ചലപ്പെടാതെ നിൽക്കാനുള്ള കർമ്മകർത്താവ് തരും. തന്നാലേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വന്തമായിട്ടില്ല. കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നു. കർത്താവ് കൃപ തരും, നമ്മൾ ബലം തരും. ഏത് സാഹചര്യം വന്നാലും യേശുവിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കും. ആരെങ്കിലും നിങ്ങൾ അനുസാരപ്പെട്ടു പറഞ്ഞ് നിങ്ങളെ പീഡിതണ്ടയിലിരുന്ന് കളിയാക്കുമ്പോൾ നിങ്ങൾ ചൂളിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ചങ്കൂറ്റത്തോടെ പറയണം, അതെ, ഞാൻ മാനസാന്തരപ്പെട്ടതാണ്, ഞാൻ പഴയ മനുഷ്യനല്ല. പക്ഷേ പറയണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പഴയ മനുഷ്യനല്ല. പണ്ട് ഞാൻ കോപിഷ്ഠനായിരുന്നു, പണ്ട് ഞാൻ വാശിയുള്ളവനായിരുന്നു, വലിയ ദുർവാശിക്കാരനായിരുന്നു, പണ്ട് ഞാൻ അത്യാഗ്രഹിയായിരുന്നു, പണ്ട് ഞാൻ ദ്രവ്യാഗ്രഹിയായിരുന്നു, പണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തം കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതെല്ലാം പോയി കൂട്ടരെ, അതെല്ലാം പോയി, അതെല്ലാം മാറി. നിങ്ങളുടെ ജീവിതം അടുത്ത് വന്ന് പരിശോധിച്ച് നോക്കൂ. അതെല്ലാം മാറി. പറയാൻ പറ്റണം. ദൈവത്തിന് സ്തോത്രം. പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റണം, എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും അതുപോലെ സത്യസാക്ഷികളാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ സാക്ഷികളാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏത് സാഹചര്യം വന്നാലും എൻ്റെ കർത്താവേ, നിന്നെ വിട്ട് ഞാൻ മാറുകയില്ല എന്ന് പറയാനുള്ളതായ കൃപ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വെറുതെ വന്നവരല്ല, നിങ്ങൾ വെറുതെ കയറി വന്നവരല്ല. യേശു ക്രിസ്തു വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ മാടി വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. കർത്താവ് പകച്ചു നോക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ സഹായിപ്പാൻ? എനിക്ക് വേണ്ടി നല്ല വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ? നോക്കി, ആരെയും കണ്ടില്ല. ഞാൻ പകച്ചു നോക്കിയെങ്കിൽ ആരെയും കണ്ടില്ല. പരിഭ്രമത്തോടെ നോക്കി, ആരെയും കണ്ടില്ല. വേദനിച്ച് പിടയുന്നു. കൈകൾ ഇരുമ്പാണി അടിച്ചടിച്ച് ആ ഉണക്കമരത്തോട് ചേർത്തടിച്ച് തകർത്ത് ചേർത്തിരിക്കുന്നു. കൈകൾ രണ്ടും ചേർത്തിരിക്കുന്നു. രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. കാൽ രണ്ടും ഒന്നിൻ്റെ മേലൊന്നായി വെച്ചിട്ട് അതും ആണിയടിച്ച് തകർത്ത് ആ ഉണങ്ങിയ മരത്തോട് ചേർത്തടിച്ചിരിക്കുന്നു.
ആകെ മരത്തോട് ബന്ധിപ്പിക്കുന്നത് ഈ 3 ആണികൾ മാത്രം. വേറെ ഒരു കെട്ടൊന്നും കെട്ടിയിട്ടില്ല. കെട്ടൊന്നും കെട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ എൻ്റെ ഭാവനയിൽ ചിന്തിച്ചു പോയി. എവിടെയെങ്കിലും വയറിലോ അല്ലെങ്കിൽ നെഞ്ചിലോ ഒരു കെട്ട് കെട്ടി കുരിശിനോട് ചേർത്തിരുന്നെങ്കിൽ ഇത്രയും വേദന വരില്ലായിരുന്നല്ലോ. ഇത് തൂങ്ങിക്കിടക്കുകയാണ്. ഈ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുകയാണ്. ശരീരം ഇങ്ങനെ ആഞ്ഞു കിടക്കുകയാണ്, മുമ്പോട്ട് ആഞ്ഞു കിടക്കുകയാണ്. അരയിലോ വയറിലോ എവിടെയെങ്കിലും വെച്ച് കയറ് കൊണ്ട് ഒന്ന് ആ കുരിശിനോട് കെട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുകയില്ലായിരുന്നു. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം വലിച്ചാൽ കിട്ടുന്നില്ല. ശ്വാസം വലിച്ചാൽ കിട്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഏങ്ങലടി പോലുള്ളൊരു ശബ്ദം കേൾക്കും. ഒരു അലർച്ച പോലെയാകും അത്. ശ്വാസം കിട്ടാതെ ഇങ്ങനെ ആ ശ്വാസത്തിന് വേണ്ടിയുള്ള വെത്തപ്പാടിൽ ഒരു അലർച്ച പോലെ പുറപ്പെടുന്നു. ഇതെല്ലാം സഹിച്ചു. ആർക്ക്? എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിത, നിനക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു. എന്തിന്? നീ ഏൽക്കേണ്ട എല്ലാ ശിക്ഷയും ഏറ്റുകൊണ്ട്, നീ ഏൽക്കേണ്ട എല്ലാ ശാപവും ഏറ്റുകൊണ്ട്, നിനക്ക് വരേണ്ടിയിരുന്നതായ എല്ലാ അവഹേളനം ഏറ്റുകൊണ്ട് ക്രിസ്തു ക്രൂശിന്മേൽ അർദ്ധനായി കിടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. യെശയ്യാവ് മുൻകൂട്ടി കണ്ടു. അതാണ് യെശയ്യാ പ്രവചനം 53 അധ്യായം 4 വാക്യം മുതൽ കാണുന്നത്. യെശയ്യാ 53:4 മുതൽ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിക്കുമ്പോൾ കാണാം, അവൻ്റെ തലമുറയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ന്യായം കിട്ടിയില്ല. ആ തലമുറയിൽ ന്യായം കിട്ടിയില്ല. സ്നേഹിതരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ന്യായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പണിയെടുക്കുന്നിടത്ത് ന്യായം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും തഴഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടരുത്. തഴഞ്ഞൊന്നും വരാം, ന്യായം കിട്ടാതെ പോയി എന്ന് വരാം. അവൻ്റെ തലമുറയിൽ അവൻ ന്യായം കിട്ടാതെ പോയി. ന്യായം കിട്ടിയില്ല, ന്യായം കിട്ടുകയില്ല. എല്ലാവരും തെറ്റിദ്ധരിക്കും. അന്ന് യഹൂദ മതത്തിലെ മേലാളന്മാർ യേശുവിനെ ക്രൂശിക്കാൻ വട്ടം കൂട്ടിയപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. സാധാരണക്കാരായ ആളുകൾ. യേശു ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവർ ധരിച്ചു യേശു കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തു എന്ന് കേട്ടല്ലോ. അവർ ധരിച്ചു യേശു കണ്ണുകുരുടർക്ക് കാഴ്ച കൊടുത്തെന്ന് കേട്ടല്ലോ. അവർ കേട്ടു 32 കൊല്ലം തളർന്നു കിടന്ന മനുഷ്യൻ സൗഖ്യം കൊടുത്തെന്ന് കേട്ടല്ലോ. അവർ കേട്ടു 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കിട്ടിയെന്ന് കേട്ടല്ലോ. ഇതെല്ലാം അവർ കേട്ടതാണ്. 18 കൊല്ലം കൂനിയായ സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്ത് കേട്ടല്ലോ. യേശു നന്മ മാത്രമല്ലേ ചെയ്തുള്ളൂ. അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ പുറത്തു പറയാൻ പേടി. കാരണം ഈ യഹൂദ മതത്തിലെ മേധാവികൾ അവരെ ഉപദ്രവിച്ചെങ്കിലോ, അവരെ പള്ളി ഭ്രഷ്ടാക്കിയാലോ, യേശുവിനെക്കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞാൽ അവരെ പുറന്തള്ളിയാലോ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാലോ മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. യേശു ഭരിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അതറിയാവുന്ന ആളുകൾ. പക്ഷേ അവരും രംഗത്തേക്ക് വന്നില്ല. മിണ്ടിയാൽ അപകടമാണ്. വേണ്ട, ഒഴിഞ്ഞു നിന്നേക്കാം. വേണ്ട, അങ്ങോട്ട് പോകണ്ട, അതിലേക്ക് പോകണ്ട, അങ്ങോട്ട് അടുക്കണ്ട, മാറി നിന്നേക്കാം. നമ്മളിതിനെ ആവശ്യമില്ല നിന്ന് വഹിക്കുന്നത്. അനേകരിതുപോലെ ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടവർ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് പകരം മൗനികളായി നിൽക്കുകയാണ്. മൗനികളായി നിൽക്കുന്നു. നിങ്ങളാരും മൗനികളായി നിൽക്കരുത്. ലജ്ജിക്കാതെ, അല്പം പോലും തളർച്ച വരാതെ, മടുപ്പ് വരാതെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ശ്ലീഹ യേശുവിനോട് അന്ന് ക്രൂശിനോട് ചേർന്ന് നിന്നു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നു. എല്ലാവരും കൂട്ടുകാരെല്ലാവരും ഓടിപ്പോയി. യോഹന്നാൻ ശ്ലീഹ മാതാവിനോട് ചേർന്ന് അവിടെ നിൽക്കുകയാണ്. ഓടിപ്പോകാൻ തോന്നുന്നില്ല. എങ്കിലും യേശു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് മനസ്സിലാകുന്നില്ല. വേദനിച്ച് ഉള്ളു നീറിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗ്യമുണ്ടായി. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. അമ്മയെ യോഹന്നാൻ ശ്ലീഹയെ ഏൽപ്പിച്ചു. യോഹന്നാൻ ശ്ലീഹയ്ക്ക് അമ്മയെ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മാതാവ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. യോഹന്നാൻ ശ്ലീഹ രക്തസാക്ഷിയാകാനായിട്ട് അന്നത്തെ ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാൻ ശ്ലീഹയെ തിളച്ച എണ്ണയിലിട്ടു. തിളച്ച എണ്ണയിൽ ഒരു കുഴപ്പം പറ്റുന്നില്ല. തിളച്ച എണ്ണയിലിട്ടിട്ട് ഒരു കേട് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ തിരുമാറോട് ചാരിയ ശിഷ്യനല്ലേ. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ റോമൻ സർക്കാർ ഒരുക്കിയ ആ തിളയ്ക്കുന്ന എണ്ണയേക്കാളും
എത്രയോ വലിയ സ്നേഹത്തിൻ്റെ എണ്ണയാണ് ആ മാറിച്ചാരിയപ്പോൾ കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതോർക്കുമ്പോൾ നമുക്ക് ലയിക്കാൻ തോന്നും. യോഹന്നാസ്ലീഹയെ കൊല്ലാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ നാട് കടത്തി. ഏകാഗിയായി പത്മോസിൽ കിടന്നു. ഏകാഗിയായി അവിടെയും മരിച്ചില്ല. യോഹന്നാസ്ലീഹ തിരികെ വന്ന് യോഹന്നാസ്ലീഹ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായി, വാർദ്ധക്യമായി, നടക്കാൻ വയ്യാതായി, ക്ഷീണിതനായി. അപ്പോൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ചിലർ വന്ന് യോഹന്നാസ്ലീഹയോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നതാണ്, അങ്ങ് എടുത്തു വന്ന് ഇരുന്നൊരു ആശ്വാസം കിട്ടാൻ വന്നതാണ്. യോഹന്നാസ്ലീഹ പറഞ്ഞു, നിങ്ങളെന്നെ എടുത്തുകൊണ്ട് പോയി ആ നാൽക്കവലയിൽ നിന്ന് കൊണ്ടുപോയി എത്താമോ? നാൽക്കവലയിൽ, ആ നാൽക്കവലയിൽ നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോയി എത്താമോ? അവരെടുത്തുകൊണ്ട് പോയി. നടക്കാൻ കെൽപ്പില്ല. അവിടെ ചെന്നപ്പോൾ യോഹന്നാസ്ലീഹ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പീൻ, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. അവസാനത്തെ വാക്കുകളതാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പീൻ, പരസ്പരം സ്നേഹിപ്പീൻ. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ, ഒരു കവിതാരൂപത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. കവിതാരൂപത്തിൽ ശൃംഗാടകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നാൽക്കവല. ശൃംഗാടകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ യോഹന്നാസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സ്നേഹിപ്പീൻ, പരസ്പരം സ്നേഹിപ്പീൻ. അവസാനത്തെ വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിന്നേറ്റാലെന്ത്, ആക്ഷേപേറ്റാലെന്ത്, വലിയൊരു സ്വർഗ തേജസ് നമ്മെ കാത്തിരിക്കുന്നു. മുത്തുരത്നങ്ങളാൽ അലങ്കൃതമായ ശോഭിതമായ ഒരു തെരുവീതിയിൽ, ദൈവത്തിന് സ്തോത്രം, സ്വർണ്ണ തെരുവീതിയിൽ കൂടി നാം ഉലാവുന്ന ആളുകൾ വരാൻ പോകുന്നു. നമ്മിൽ ഉൾപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കൂ. വലിയൊരു തേജസ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ദുരിതമാണ്, ഇവിടെ യാതനയാണ്, ഇന്ന് വേദനയാണ്, രോഗമാണ്, കഷ്ടപ്പാടാണ്, പൈസയില്ല, ഞെരുക്കമാണ്, കടമാണ്, അനേകം ആവശ്യങ്ങൾ കിടക്കുന്നു, ആവശ്യങ്ങൾ നടക്കുന്നില്ല. എന്തുവേണ്ട കർത്താവേ, മനസ്സ് ഉഷ്ണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കൂ, നിങ്ങൾക്ക് വേണ്ടി വലിയൊരു തേജസ് ഒരുക്കി വെച്ചിരിക്കുന്നു. യേശുവിനെ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, കൂട്ടായ്മയെ നിങ്ങൾക്ക് മറക്കാം, ഈ പറയുന്ന ഈ മനുഷ്യനെയും നിങ്ങൾക്ക് മറക്കാം, ഒരു നഷ്ടവും വരില്ല. പക്ഷേ എൻ്റെ യേശുവിനെ നിങ്ങൾ മറക്കരുത്. യേശുവിനെ നിങ്ങൾ മറന്നു കളയരുത്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിനെ നിങ്ങൾ മറക്കരുത്. യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്തുനിന്ന് ചേർന്ന് നിൽക്കുകയാണ്. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കരം നീട്ടുകയാണ്. നിങ്ങളുടെ നൊമ്പരങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ അവൻ നിൽക്കുകയാണ്. ഭാരങ്ങളെ ഏറ്റുവാങ്ങാൻ അവൻ നിൽക്കുകയാണ്. ആശ്വാസകാലങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് അവൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം തരാൻ യേശു നിൽക്കുകയാണ്. പാപത്തിൻ്റെ എല്ലാ ഹീനതകളും മാറ്റി നിങ്ങളെ വിശുദ്ധരാക്കാൻ യേശു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കാണുമോ ഈ യേശുവിനെ? നിങ്ങൾ വിളിക്കുമോ ഈ യേശുവിനെ? യേശുവേ ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾക്ക് വിളിച്ച് പറയാം, യേശുവേ ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് യേശു പറഞ്ഞു. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. സ്ത്രീയെ, നിന്റെ അനേകങ്ങളായ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോവുക, സമാധാനത്തിൽ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശു ജീവിക്കുന്ന യേശു നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. യേശു നമ്മുടെ ഇടയിൽ കൂടി നടക്കുന്നു, നമ്മുടെ ഇടയിൽ കൂടി വന്ന് നടക്കുന്നു. മകനെ, നിൻ്റെ മേല അവൻ്റെ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടുരുമിക്കൊണ്ടാണ് പോകുന്നത്. മകളെ, അവൻ്റെ തിരുവസ്ത്രം നിൻ്റെ മേൽ മുട്ടിയുരുമിക്കൊണ്ടാണ് പോകുന്നത്. നിൻ്റെ രോഗം മാറ്റാൻ മതിയായതാണത്. നിൻ്റെ ഭാരം മാറ്റാൻ മതിയായതാണത്. നിൻ്റെ കേടുകൾ മാറ്റാൻ മതിയായതാണ്. നിൻ്റെ പാവമെല്ലാം കഴുകിക്കളയുന്നതാണത്. ആ പാവമെല്ലാം കഴുകിത്തരും. നിൻ്റെ കണ്ണുനീര് തുടച്ചു തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് ആശ്വാസം തരും. നിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു തരും. എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകും. മദ്യപാനം അപ്പോൾ തന്നെ മാറിപ്പോകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ദുശ്ശീലങ്ങളെല്ലാം മാറിപ്പോകും. കഞ്ചാവും മയക്കുമരുന്നും എല്ലാം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ കെടുതികളെല്ലാം മാറിപ്പോകും. നിനക്ക് നല്ല കാലങ്ങൾ കർത്താവ് തരും. ശോഭനമായ ഭാവി നിനക്ക് തരും. നിൻ്റെ മക്കൾ അനുഗ്രഹീതരായിത്തീരും. നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സുവിശേഷകരായി മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് നിൻ്റെ മക്കൾ കുതിച്ച് ഉയരും.
ദൈവത്തിന് സ്തോത്രം. മക്കളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മകൻ മൂലം അപ്പൻ അനുഗ്രഹം പ്രാപിക്കുന്നു, അമ്മ അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മോനെ, നീ ഒരാൾ ജീവിതം ക്രിസ്തുവിന് കൊടുക്കാൻ മനസ്സാണോ? യേശുവിൻ്റെ കയ്യിലേക്ക് നീ ഒരാൾ നിന്നെ തന്നെ കൊടുക്കാൻ മനസ്സാണോ? എല്ലാം മാറി മറയും, എല്ലാം മാറിപ്പോകും. മാറാത്തതിന് യേശു മാത്രം. ഹല്ലേലൂയ. മാറാത്തവൻ, മാറ്റം വരാത്തവൻ, ഒരു മാറ്റവും വരികയില്ല. അവന് ഒരു തെറ്റിദ്ധാരണയുമില്ല, എല്ലാം ശരിയായി ധരിക്കുന്നവനാണത്. മനുഷ്യർക്ക് തെറ്റിദ്ധാരണയുണ്ട്, പക്ഷേ യേശുവിന് തെറ്റിദ്ധാരണയില്ല. നിന്നെ ആയിരിക്കുന്നത് പോലെ തന്നെ യേശു കാണുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നീ വിളിക്കുമോ യേശുവിനെ? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. നിങ്ങൾ വിളിക്കൂ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഒട്ടേറെ ആവശ്യങ്ങളുണ്ടല്ലോ എനിക്ക്, ഒട്ടേറെ ആഗ്രഹങ്ങളുണ്ടല്ലോ എനിക്ക്. എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ കർത്താവേ. നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ കർത്താവേ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. എൻ്റെ രോഗത്തിന്മേൽ നിൻ്റെ കരം വെക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെ ബലക്ഷയം വന്നിരിക്കടുത്ത് എൻ്റെ കരം വെക്കണമേ. യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം. ആവശ്യക്കാരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും തലോടുന്ന കൃപയ്ക്കായി സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം. പാവബന്ധനങ്ങൾ അഴിക്കുന്നതിനായി സ്തോത്രം. ശാപബാധകൾ മാറ്റുന്നതിനായി സ്തോത്രം. പൈശാചീയത്തിൻ്റെ കോട്ടകൾ തകർക്കുന്നതിനായി സ്തോത്രം. യേശുവേ, കുടുംബമായി സമാധാനം രൂപിക്കാൻ ഈ മക്കളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.